ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മെയ് മന്ത്, അതായത് ഈ ഒരു മാസം എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്, 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്, 2 അക്കങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫയൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചിത്രം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അക്കം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനെ സംബന്ധിച്ചായിരിക്കും നമ്മൾ ഈ റീഡിങ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്, അതായത് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ കൂടുതലും നമുക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഫയൽ. അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്, നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ അബണ്ടൻസ് വരുന്നത് സ്പിരിച്വൽ പരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ്. ഡയമെൻഷൻസ് മാറുന്നുണ്ട് നിങ്ങളുടെ. ഈ ഡയമെൻഷൻസ് മാറുക എന്ന് പറയുന്നത് സ്പിരിച്വൽ ഡയമെൻഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് മാറും. അതായത് നിങ്ങൾ കാണുന്ന ഓരോരോ കാഴ്ചകൾ, അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടേണ്ട കുറച്ചധികം സിറ്റുവേഷൻസൊക്കെ കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായി കണ്ണിന് കുളിർമയേകുന്ന കുറേയധികം കാഴ്ചകൾ, നിങ്ങൾക്ക് അങ്ങനത്തുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ളൊരു ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾ കാണാത്ത ജീവികളെ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത സുഖങ്ങൾ, അല്ലെങ്കിൽ അനുഭവിക്കാത്ത ഒരു എക്സ്പീരിയൻസ്, ഒരു എന്താ പറയുക, ഒരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഭയങ്കരമായിട്ടും കിട്ടുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിൽ നിന്നും. അത് മേ ബി ഒരു സൈക്കിക് എബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കിക് പരമായിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലിട്ട് വരുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചധികം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു മെയ് മന്ത് എന്ന് പറയുന്നത് ഒരു ഫാൻറ്റസി വേൾഡിൽ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഒരു വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഗുഡ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും 1111 നമ്പർ കാണുക, 333 കാണുക, അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെ കാണുക, അതുപോലെ തന്നെ പൂവ്, നിങ്ങൾ കാണാത്ത പൂക്കൾ, നിങ്ങൾ കൂടുതലും റിയലൈസേഷൻ ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഇത്രയും നാൾ ചിന്തിച്ച് നടന്നിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ സ്ഥലങ്ങളൊരു മാറ്റം സംഭവിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ തന്നെയായിരിക്കും, ബട്ട് നിങ്ങൾക്ക് എല്ലാത്തിനും ഭംഗി, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു ഭംഗി കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷന് പോകും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുണ്ടാവും. ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, മനസ്സ് അറിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്സ് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്, ഫിനാൻഷ്യലി അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യലി അബണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലും പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ, ഗാർഡൻ, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാൻസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്ലാൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നുണ്ട്. എവിടെ നിന്നൊക്കെയോ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജി അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് ആൾക്കാർ വന്ന് അടുക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ പറ്റി നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വരും. അതും ജെനുവിനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ക്യാരി ചെയ്യുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും കിട്ടുന്നുണ്ട്. ഏതോ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും കൊച്ചുകുട്ടിയെ പോലെ നിൽക്കുന്നുണ്ട്, ജെന്യുവിനായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കൂടുതലധികം ഈ ഒരു സമയത്ത് വരുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സിങ്, അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കെയർ കിട്ടുന്നുണ്ട്. ആരോ നിങ്ങളെ ഭയങ്കരമായിട്ടും പ്രണയിക്കുന്നുണ്ട്, ആരോ നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ളൊരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തുള്ളൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് എവിടെ നിന്നോ വന്ന് പെടുന്നു. അതായത് ഒരു പുതിയ ലൂപ്പ് ക്രിയേറ്റഡ് ആകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഒരു ജേണി എൻഡ് ആയതിനു ശേഷം പുതിയൊരു ജേണിയിലോട്ട് കടന്നു പോകുന്നു. എന്തിൻ്റെയൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ, അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ സേഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതൊരു മാരേജ് നടക്കാൻ കുറേയധികം ആൾക്കാർക്ക് ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മാരേജ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് ജെന്യുവിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ വേണ്ടത് അങ്ങനത്തുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. അങ്ങനത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ കയ്യിൽ ഭയങ്കരമായിട്ടും സുരക്ഷിതമാവും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ആ വ്യക്തി വിചാരിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി തീരുമാനിക്കണം നിങ്ങൾ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യണം. കാരണം ഒരു സോൾമേറ്റ് കണക്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് മനസ്സും ഒന്നാകുന്നൊരു സിറ്റുവേഷനാണ്. അതിൽ പിന്നെ രണ്ട് മനസ്സാണ്, ബട്ട് അത് ഒന്നാവുകയാണ് ചെയ്യുന്നത്. അത് രണ്ടായിട്ട് അവർക്ക് കൊടുക്കുക ഇവിടെ കൊടുക്കാമെന്നല്ല, അതൊന്ന് ഒന്നാവും. ഓക്കെ, പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു സമയം അങ്ങനെ കുറേയധികം ആൾക്കാർ, അങ്ങനത്തെ കുറേയധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് മെയ് മന്ത് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ബിൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഇത് അടുത്തെന്തെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ടൊരു ജേണി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു മനുഷ്യ ആയുസ്സിൽ നമ്മൾ പോകേണ്ട സിറ്റുവേഷൻസും പോകേണ്ട സ്ഥലങ്ങളും എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസും കാണേണ്ട ആൾക്കാരും റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടുമുട്ടും, റൈറ്റ് ആയിട്ടുള്ള സമയത്ത് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എത്തിപ്പെടും എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്തിപ്പെടേണ്ടത്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ മേ ബി അതായിരിക്കാം, നിങ്ങളുടെ ആഗ്രഹം മേ ബി അതായിരിക്കാം. അതായത് നിങ്ങളവിടെ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ മേ ബി യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കാം, നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പോകാനുള്ളൊരു സ്വപ്നം നിങ്ങളെ കാണിക്കും. ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് അവിടെ എല്ലാം പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫാൻറ്റസി സ്വപ്നങ്ങൾ കാണിച്ചു തരും. ഈ മെയ് മാസം നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവുന്നത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, രാത്രി നൈറ്റ് ലൈഫ് നിങ്ങൾ ഭയങ്കരമായിട്ടും ആസ്വദിക്കാൻ തുടങ്ങും. ഭയങ്കരമായിട്ടുള്ള എനർജി നിങ്ങളിലോട്ട് വരാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് നിങ്ങൾ എനർജി ക്ലെൻസ് ചെയ്യാൻ തുടങ്ങും. എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടത് അവിടേക്കൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കയ്യിലെ ചാവി നിങ്ങളുടെ ലൈഫിലോട്ട് തരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും വരും എങ്കിൽ പോലും നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളും കാര്യങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ജേണിയിൽ ഭയങ്കരമായിട്ടും ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് മാറും എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കയ്യിലൊരു പെട്ടിയുണ്ട്. ഈ പെട്ടിയിൽ നിറച്ച് നിങ്ങളുടെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് കളയുന്നൊരു സിറ്റുവേഷനിലായിരിക്കും. അതായത് പുതിയൊരു ജേണി നിങ്ങൾ സ്റ്റാർട്ടാക്കുന്നുണ്ട്. ആ അനുഭവങ്ങളെല്ലാം എടുത്ത് എവിടെയെങ്കിലും വേസ്റ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ പെട്ടി നിങ്ങൾ കാലിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതായത് ഒരു ജേണി കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ജേണിയിലോട്ട് കടന്നു പോകുന്ന ഒരു ലൂപ്പ് എൻഡ് ആയതിനു ശേഷം പുതിയൊരു ലൂപ്പിലോട്ട് കടന്നു പോകുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ലൈഫിൻ്റെ ഓരോ ചാപ്റ്ററും മാറ്റിമറിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷനിലും എത്തിപ്പെടുന്ന കാണേണ്ട ആൾക്കാർ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അനുഭവിക്കേണ്ട കുറേയധികം എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട്.
നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട കുറേയധികം മണിയുണ്ട്. നിങ്ങളുടെ ബ്ലോക്കേജ് എല്ലാം മാറി നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴി കാണിച്ച് തരുന്നൊരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ സമയം ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ചില സമയങ്ങളുണ്ട്. ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ്, ചില ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ടും, ചില ആൾക്കാരുടെ മാനിപ്പുലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വിഷമം ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട് ചില ആൾക്കാർ. ബട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും കാര്യങ്ങളും വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം എടുക്കും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽ ഗാർഡിയൻ മെസ്സേജ് നിങ്ങൾക്ക് പല ഡയമെൻഷൻ, ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണാ കാഴ്ചകൾ കാണാൻ തുടങ്ങും. അതായത് കാണാ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു മെയ് മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയമെൻഷൻ മാറിയതിന് ശേഷം നിങ്ങളുടെ വിഷൻ മാറും. അതായത് സ്വപ്നങ്ങളിൽ നിങ്ങൾ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏഞ്ചൽസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, കണ്ണിന് കുളിർമയേകുന്ന കുറേയധികം കാഴ്ചകളും സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകും. അങ്ങനത്തെ ഒരു ജേണി നിങ്ങളുടെ ലൈഫിലുണ്ടാവും. സ്വപ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ എത്തിപ്പെടേണ്ട കുറേ സിറ്റുവേഷൻസ്, മേ ബി നിങ്ങൾ ട്രിപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിതുവരെയും കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ആ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. അടുത്തവിടെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഈ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും, നിങ്ങളെ പെടുത്താൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് നിങ്ങളുടെ എനർജി ഊറ്റിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നശിപ്പിച്ച് നിർത്തുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ചിന്തകളോ അങ്ങനത്തെ സിറ്റുവേഷനൊന്നും നിങ്ങൾ പോകാണ്ടിരിക്കുക എന്നാണ് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങൾക്ക് വേണ്ടി എന്താണോ ചെയ്യാനുള്ളത്, നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, അതിൽ മാത്രം കൂടുതലും ഫോക്കസ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറഞ്ഞു തരാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ലൂപ്പിൽ നിന്ന് ചുമ്മാ പോയി പെടാണ്ടിരിക്കുക. ആ തേർഡ് പാർട്ടി ഇഷ്യൂസ് എനർജി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നാർസിസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അറിയാമല്ലോ. നിങ്ങളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നുണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ വേണ്ട ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ തുടങ്ങും ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, നിങ്ങളുടെ ജെന്യുവിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഈ സമയത്ത് മനസ്സിലാവും. നിങ്ങളുടെ അടുത്ത് ആരാണ് ജെന്യുവിനായിട്ട് നിൽക്കുന്നത്, ആ വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് മനസ്സിലാവും. നിങ്ങൾ ആരാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നിങ്ങളെ ആരാണ് നശിപ്പിക്കാൻ നോക്കുന്നത്, നിങ്ങളെ ആരാണ് നല്ലതാക്കാൻ നോക്കുന്നത്, അവരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പല ആൾക്കാരെയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യാത്ത ആൾക്കാർ വരെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കോഇൻസിഡൻ്റ് ആയിട്ട് കുറേയധികം ആൾക്കാർ നിങ്ങൾ പരിചയപ്പെടും, പെട്ടെന്ന് കമ്പനിയാവും. യാത്രകൾ വഴി കുറേയധികം ആൾക്കാർ നിങ്ങൾ പരിചയപ്പെടും, കമ്പനിയാവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോൾമേറ്റ് കണക്ഷൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റ് ആവുന്ന ആൾക്കാരെ നിങ്ങൾ ഈ ഒരു സമയത്ത് പരിചയപ്പെടുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്തിപ്പെടേണ്ട കുറേയധികം സ്ഥലങ്ങളുണ്ട്. ഈ ഒരു മെയ് മന്ത് എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, പുതിയ ജോലി, പുതിയ കരിയർ, അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ ഫ്രണ്ട്സ്, പുതിയ കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള എനർജി നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു സിറ്റുവേഷൻ, നടക്കേണ്ട ഒരു ടൈം, നടക്കേണ്ട ഒരു മന്തായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബിസിനസ്, കരിയർ, ഫിനാൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി ടാറോ കാർഡ് പഠിക്കാൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ജേണിയിൽ ഭയങ്കരമായിട്ടും എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കണ്ട് ബാക്കിയുള്ളവർ ആഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഫാൻ ബേസ് ആവാൻ തുടങ്ങും. അതായത് നിങ്ങളെ കണ്ട് ബാക്കിയുള്ളവർ ആരാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞൊരു 10 പഠിക്കുന്നൊരു പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ച് ചേച്ചി കൊള്ളാലോ, അല്ലെങ്കിൽ ആ ചേട്ടൻ കൊള്ളാലോ, അങ്ങനെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തന്ന് നിങ്ങളെ ഭയങ്കരമായിട്ടും ടോപ്പ് ലെവലിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ആരാധിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് വരുന്ന കുറച്ചധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ കൊച്ചു കൊള്ളാലോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ട്രാൻസ്ഫർമേഷൻ ആവും പെട്ടെന്ന് ഉടനെ തന്നെ. നിങ്ങൾ ആൾക്കാരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, അങ്ങനത്തെ സിറ്റുവേഷൻ കേട്ടോ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല.
ഓക്കെ. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന ഒരു സമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് പല ആൾക്കാരും പല സിറ്റുവേഷനാണ്. മേ ബി നിങ്ങളുടെ ഡ്രസ്സിങ് ആയിരിക്കാം, നിങ്ങളുടെ സ്വഭാവ രീതിയായിരിക്കാം, നിങ്ങളുടെ സംസാരമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലായിരിക്കാം, അങ്ങനത്തുള്ള സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സോൾമേറ്റ് ജേണി, ടിൻ ഫ്ലെയിം ജേണി, ഇങ്ങനത്തുള്ള എല്ലാ സംഭവങ്ങളും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ റിവീൽ ആവുന്നുണ്ട്. നിങ്ങൾ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ തുടങ്ങും ഈ ഒരു സമയത്ത്. കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങളെ മുന്നിൽ കംഫർട്ട് സോൺ പൊട്ടും. കംഫർട്ട് സോൺ പൊട്ടിക്കുക എന്നല്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ഈഗോ, പൊസസീവ്നെസ്, അതുപോലെ തന്നെ നെഗറ്റീവ് സിറ്റുവേഷൻസ്, ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഈ സമയം തൊട്ട് മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവും ലൈഫ് എന്താണ്, ജീവിതം എന്താണ്, ഇനി എങ്ങോട്ടാണ് പോവേണ്ടത്, മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരാൻ തുടങ്ങും. ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ഫാൻറ്റസി വേൾഡ് നിങ്ങളുടെ ലൈഫിൽ തുറക്കും എന്നുള്ളതിന് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ മാറാൻ തുടങ്ങും. ഏജിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ എപ്പോഴും മാറും. അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല 11ാം ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് ഒരു 10 വയസ്സ് പ്രായമുള്ളവൻ്റെ ചിന്താഗതി ആയിരിക്കത്തില്ല 20 വയസ്സുള്ളവന്. ചിന്താഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ചിന്താഗതി ആവത്തില്ല 50 വയസ്സാകുമ്പോഴത്തേക്കും. 50 വയസ്സാകുമ്പോഴത്തേക്കും നമുക്ക് മധുരം പോലും കഴിയാൻ പറ്റത്തില്ല ചില ആൾക്കാർക്ക്, ഷുഗറൊക്കെ പിടിച്ചിട്ട്. അപ്പം ചിന്താഗതി മാറും, ശരീരം മാറും, സിറ്റുവേഷൻസ് മാറും. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. ഓരോന്നിനോടുമുള്ള കാഴ്ചപ്പാട് മാറി നിങ്ങൾ പണ്ട് എങ്ങനെയാണ്, അതായത് ഇപ്പം നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും, മനുഷ്യനെന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ചില കാര്യങ്ങൾ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത്, ജേണി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഒട്ടും ഇഷ്ടപ്പെടാത്ത സിറ്റുവേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങും. അതേ കണക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ കംഫർട്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും വേണ്ടാന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അയ്യോ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകണ്ട എന്ന് വിചാരിച്ച സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നൊരു സമയമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, നിങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര കുലീനമായിട്ട് നിന്നു കൊടുക്കും. കാരണം എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, ഞാൻ എത്തിപ്പെടാണ്ട് അല്ലെങ്കിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുന്നോട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ, അങ്ങനത്തെ ഉള്ള സംഭവം ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തൊരു സാധനം അത് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ കാണിക്കാൻ പറ്റുന്ന പറയുമ്പോഴത്തേക്കും വാട്ടർ സൈനും ഫയർ എനർജിയാണ് കാണാൻ പറ്റുന്നത്. അതായത് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു പോകാനുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കും കാര്യങ്ങൾ. എവിടെ എങ്ങനെ കൊണ്ടിട്ടാലും അവിടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു കെൽപ്പ് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയധികം പരീക്ഷണങ്ങളുണ്ടാവും കേട്ടോ. ഈ സമയത്ത് പരീക്ഷണങ്ങൾ പല രീതിക്കുണ്ടാവും. ജോലിയിലുണ്ടാവും, കരിയറിലുണ്ടാവും, ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേയധികം സംഭവങ്ങളുണ്ടാവും. അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെറുതെ വന്ന് കയറുന്നില്ല. ഈച്ചയായും പട്ടിയായും പൂച്ചയായും വരും. കർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് നമുക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചിന്തകൾ വഴി തന്നെ വരാൻ ചാൻസ് ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഇങ്ങനെ ചുമ്മാ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം അതെങ്ങനെയാണെന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും സമയത്ത്. അത് നിങ്ങളെ പരീക്ഷിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നെഗറ്റീവ്സ് ഉണ്ട്. ഈ നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നെഗറ്റീവ്സ് വേണം. ഈ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ സക്സസ്സിൽ നിന്നുകൊണ്ട് നെഗറ്റീവിനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ നെഗറ്റീവ് ആയിരിക്കത്തില്ല, നമുക്ക് ആ നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ മാറണം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് നിങ്ങളെ ഭയങ്കരമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വല്ലാണ്ട് നശിപ്പിക്കത്തോ അല്ലെങ്കിൽ വല്ലാണ്ട് നിങ്ങളെ ഇതാക്കി പോകത്തും അങ്ങനെയൊന്നും യൂണിവേഴ്സ് ചെയ്യത്തില്ല കേട്ടോ. നിങ്ങളൊരു ക്ലിയർ, അതായത് എന്താ പറയുക, ഒരു മര്യാദയ്ക്കൊക്കെ നിങ്ങളെ പണിയോളൂ യൂണിവേഴ്സ്, അല്ലാണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന സിറ്റുവേഷനാണ് ഈ വീഡിയോ കാണുന്ന. അങ്ങനെ ഇതാക്കി പറയുന്നതല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ നിങ്ങൾക്ക് അവിടെയും ബ്ലെസ്സിങ്സ് ആണ്, മനസ്സിലാവട്ടെ. നിങ്ങളെ സേഫ് ആക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്കൊരു പണി തരത്തുള്ളൂ. അങ്ങനെ പണി തരുന്നത് അത് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് പണിയൊന്നുണ്ട്, അത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സീനാക്കുന്നുണ്ട്. ഈ സമയം എന്ന് പറയുന്നത്
നിങ്ങളുടെ ലൈഫിലും കുറേയധികം ആൾക്കാർ വരും, കുറേയധികം സിറ്റുവേഷൻസ് വന്നതിന് ശേഷം അവർ നിങ്ങളെ നന്നാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർക്ക് അറിയാം, ശരി അമ്മയായിരിക്കും, അച്ഛനായിരിക്കും, അവരെ വാക്കൊന്നും ചില സമയം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ കേൾക്കാത്ത പോലെ നടക്കുമായിരിക്കും. ബട്ട് അവർ നിങ്ങളുടെ അടുത്ത് ചൂടാവും. ബട്ട് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ഓർക്കുക. പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുക. ഈ സമയത്ത് മനസ്സിലാവത്തില്ല, മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് പ്യൂർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു അവരങ്ങനെ പറഞ്ഞത് എന്നുള്ളതും. അപ്പം അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ടും സ്ട്രോങ് ആവാൻ തുടങ്ങും. പിന്നെ ഈ മെഡിറ്റേഷൻ, യോഗ അതുപോലത്തുള്ള സംഭവങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ ഗൈഡൻസ് ഉള്ള ആൾക്കാർ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അറിയാത്ത കാര്യത്തിൽ പോയി ഇവിടെ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ അറിയാത്ത കാര്യങ്ങൾ, ബിസിനസ് ആയിരിക്കും, കരിയർ, ഫിനാൻസ് ആയിരിക്കും, എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുക. ആദ്യം തൊട്ട് പഠിച്ച് പയ്യെ കയറാൻ നോക്കുക. ആദ്യമേ എല്ലാം കൂടെ കൊണ്ട് മലമറിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് തന്നെയായാലും ആദ്യമേ നിങ്ങൾ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം കൊണ്ട് അങ്ങനെ നശിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആദ്യം തൊട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക. അത് റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഫിനാൻസ് ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സക്സസ്സിലോട്ട് പോകുള്ളൂ. കാരണം മറ്റൊരാൾ സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിലോട്ടെടുത്ത് ചാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അല്ലെങ്കിൽ ആ ഒരു സമയമാവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അതിന് ആ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളും കിട്ടി അതിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു സ്പിരിച്വാലിറ്റി, ഈ സ്പിരിച്വൽ ലൈഫിൽ തന്നെ ഞാൻ പറയണത് ഈ സ്പിരിച്വൽ ലൈഫ് 2 രീതിയിലുള്ള ലൈഫുണ്ട്. ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ലൈഫുണ്ട്, അതുപോലെ തന്നെ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻ എത്തിപ്പെടുന്ന സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ എനർജി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അത്യാഗ്രഹിക്കരുത്. അത്യാഗ്രഹം എന്ന് പറയുന്നത് ആപത്താണ്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും. നമുക്കുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തില്ലോ, എന്ത് സിറ്റുവേഷൻ ആയാലും. അപ്പം നിങ്ങളുടെ ലൈഫിൽ എനിക്കിപ്പോൾ പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആഹാരത്തിന് വേണ്ടി മാത്രം പണിയെടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സേവിങ്സും കാര്യങ്ങളും എല്ലാം വേണം. പക്ഷേ അത് എന്താ പറയുക, അത് നിങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് അനുസരിച്ച് ആ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളിവിടെ കുറച്ച് സ്ട്രോങ് ആവുന്നുണ്ട് കേട്ടോ. കുറേ അധികം ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ബൾക്ക് രീതിയിൽ നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷനിൽ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയ് മന്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് നിർത്തരുത്, അങ്ങ് ദേഷ്യം തോന്നുന്നു, അങ്ങനെ നിർത്തുന്ന സമയത്ത് ദേഷ്യം തോന്നും, അങ്ങനെ നിർത്തുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേ. അപ്പം കുറേയധികം പരിമിതികൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇതിൽ തിരുത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേയധികം ആൾക്കാർ ഇങ്ങനെ ചെറുപറ പറഞ്ഞു പോകുന്നുണ്ടൊന്നും മനസ്സിലാവുന്നില്ല, പയ്യെ പറഞ്ഞാൽ എന്തായി പോകും നിനക്ക് എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം റീഡിങ്ങാണ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ വരാൻ പോണ സിറ്റുവേഷൻസ്, വരാൻ പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞ സമയം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി തന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം അടുത്തായിട്ട് നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാമേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത, അതായത് 2ാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ, 2ാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് മെയ് മാസം എന്ന് പറയുന്ന ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചക്രാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജേണി, നിങ്ങളാരാണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ ഇന്നർ ആയിട്ടുള്ള നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഡിവൈൻ തരുന്നൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സമയത്ത്.
നിങ്ങളാരാണ്, നിങ്ങളെന്താണ്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലും പഠിക്കാൻ പറ്റും ഈ ഒരു സമയത്ത്. കൂടുതലും നിങ്ങളെ സംബന്ധിച്ച് ഫോക്കസ് ആവുന്നത് അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ പോകാനുള്ളൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കർമ്മ, ഫെയ്ത്ത്, വിധിപ്രകാരം നിങ്ങൾ പോകേണ്ട സിറ്റുവേഷൻസ്, അറിയേണ്ട കാര്യങ്ങൾ, അനുഭവിക്കേണ്ട അനുഭവങ്ങൾ, അതായത് അനുഭവിക്കേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട കുറച്ചധികം പാതകളുണ്ട്. ഒരു ഫെയ്ത്ത്, അതായത് വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്തിപ്പെടേണ്ട കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തിപ്പെടും. അതായത് ഇപ്പം ഒരു ജോലി, അതിൽ നിങ്ങൾ ആ ജോലിക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇന്ന ആളെ നിങ്ങൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന ആളെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇന്ന റിലേഷനിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന് വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടത്. അപ്പം വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വിധിക്ക് മീറി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ കുറേയധികം സിറ്റുവേഷൻസ് വരും. അപ്പം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഈ ഒരു മെയ് മാസം നിങ്ങളെ പറ്റിയായിരിക്കും കൂടുതൽ, നിങ്ങളുടെ ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള, അതായത് നിങ്ങൾ പോലും കാണാതെ കിടക്കുന്ന നിങ്ങളുടെ ചില കഴിവുകൾ നിങ്ങൾക്ക് ഈ സമയത്ത് തെളിഞ്ഞു വരും. അത് നിങ്ങൾ റിയലൈസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനെയും ഞാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെയും ഒരു ക്യാരക്ടർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നിങ്ങളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളുടെ പോസിറ്റീവിനെയും കുറിച്ച് നിങ്ങൾ തന്നെ കൂടുതലും പഠിച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് അനുഭവം വെളിച്ചമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കാം, കുറേയധികം സൂപ്പർ നാച്ചുറൽ പവർ, അതായത് സ്പിരിച്വൽ ജേണിയിൽ ഭയങ്കരമായിട്ടും ബെനിഫിറ്റായിട്ട് നിൽക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ഈ പറയുന്ന നെഗറ്റീവ് ആക്കുന്ന ചില ഇഷ്യൂസും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരാൻ ചാൻസ് ഉണ്ട്. വിധിപ്രകാരം വരുന്ന സിറ്റുവേഷൻസ് ആണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച്. റിലേഷൻഷിപ്പാണ്, ആർക്കോ വേണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ. മുന്നോട്ട് നിൽക്കുന്ന ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് കുറേയധികം ആൾക്കാർക്ക് സെക്കൻഡ് പൈൽ കാണുന്നത്. ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് അത്ര പ്രശ്നമില്ലായിരുന്നു, ബട്ട് സെക്കൻഡ് പൈൽ നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു സംഭവം കാണുന്നുണ്ട്. നിങ്ങൾ ഏതോ വ്യക്തിനെ ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിനെ മാത്രം സ്നേഹിച്ച് ഇപ്പോഴും നിൽക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലാണ് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ മനസ്സ് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ആ വ്യക്തി നിങ്ങളുടെ കയ്യിലില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിക്ക് ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സും തന്നിട്ട് ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കി പോകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. നിങ്ങളവിടെ ഭയങ്കര പെയിൻഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, ഒരു വിഷമാവസ്ഥയിൽ എന്ന് വരും, ഒരു ആലോചന സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ മാത്രം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു സമയം ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ടൈം നിങ്ങൾ ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നു. ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ടൈം കുറേയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിക്ക് മാത്രം നിങ്ങൾ ഫിനാൻഷ്യൽ ഭയങ്കരമായിട്ടും ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ മാത്രം ആഗ്രഹിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻ പെയിൻഫുള്ളായിട്ട് ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്, ആ വ്യക്തി എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നിങ്ങളെ ഭയങ്കരമായിട്ടും അലട്ടുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചും കാണുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ മെയിലിൽ പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സും ആ വ്യക്തിയുടെ മനസ്സും രണ്ടും ഒരു തട്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു പ്രണയത്തിനെ സംബന്ധിച്ച് ഈ ഒരു പ്രണയത്തിന് ഒട്ടും വാല്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു ടൈമായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രണയത്തിലുള്ളവരുടെ എനിക്ക് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ സമയം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. റിലേഷൻ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒരു ഫുള്ളായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അവേക്കിംഗ് സ്റ്റേജിലോട്ട് കടന്നു പോകുന്ന സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി ഇഷ്യൂസൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെയോ പിന്തിരിപ്പിക്കുന്നതായിട്ടും എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജോബ് സംബന്ധമാവണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ചില കാര്യങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷനിൽ പെയിൻഫുൾ അടിച്ച് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്.
നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻസ് ആയിരിക്കും. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടി ഭയങ്കരമായിട്ടും ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ട് ചക്ര ബാധിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളെ ബ്ലോക്കേജ് മാറുന്നുണ്ട്. ഈ മെയ് മന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലോക്കേജ് മാറുന്നുണ്ട്. നമുക്ക് 7 ചക്രാസാണുള്ളത് നമ്മുടെ ലൈഫിൽ. നമുക്ക് 7 ചക്രാസാണുള്ളത്. ഈ 7 ചക്രാസ് നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആൾക്കാർ രൂപപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതായത് ടൈമിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കുന്നൊരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. സിറ്റിംഗ് പൊസിഷൻ, അതുപോലെ തന്നെ ഹാർട്ട് ചക്ര, അതുപോലെ തന്നെ ജ്ഞാന, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനത്തുള്ള ചക്രാസകളെ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്കാൻഡൽ ചക്ര, അതുപോലെ തന്നെ അങ്ങനത്തുള്ള ചക്രാസൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടും രൂപപ്പെടുത്തുന്നുണ്ട്. അപ്പം ബോഡി, അതുപോലെ തന്നെ സ്പിരിറ്റ്, നിങ്ങളുടെ എനർജി, മൈൻഡ്, ഇതൊക്കെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് കിട്ടാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് റിലേഷനെ പറ്റി ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഭയങ്കരമായിട്ടും വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വിഷമിക്കാണ്ടിരിക്കുക. അത് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്, ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലാണ് നിൽക്കുന്നത് ഒക്കെ തന്നെയാണ്. ബട്ട് ആ ഒരു റിലേഷൻ അത് ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈമിനെ ഹോൾഡ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം. അതിനെ പിടിച്ചു വെക്കേണ്ട, അത് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിലുണ്ടിരുന്ന ചിന്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കാനുള്ള, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലൊരു സക്സസ്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു സക്സസ് വരാൻ വേണ്ടിയിട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് മാത്രം ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ കണ്ടാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു സിറ്റുവേഷൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമല്ല ഹോൾഡ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങൾ മനസ്സുകൊണ്ട് വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തി, നിങ്ങളുടെ ലൈഫിൽ വരണം എന്നാഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിട്ടേൺ നിങ്ങളുടെ ലൈഫിലോട്ട് മനസ്സ് കൊണ്ട് തന്ന് നിങ്ങളടുത്തോട്ട് വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മാൻ ഹോൾഡിങ് ഹാർട്ടും കാണാൻ പറ്റുന്നുണ്ട്, വുമൺ ഹോൾഡിങ് ഹാർട്ടും കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് എനർജിയാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന എന്ത് സിറ്റുവേഷനിലാണോ അതേ കാര്യം കൊണ്ടതാണ് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തരാൻ റെഡിയാണ്. നിങ്ങൾ ജസ്റ്റ് പോയി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഏഞ്ചൽ ആയിട്ടാണ് കാണിക്കുന്നത്. ആ വ്യക്തി മനസ്സ് തരാൻ റെഡിയാണ്. ആ വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന മനസ്സും എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. രണ്ടുപേരുടെയും സിറ്റുവേഷൻസ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തോ ഈഗോയിസ്റ്റിക് ആയിരിക്കാം, സ്പിരിച്വൽ ലെവലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എനിക്ക് നിങ്ങളത് പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ചില ഹ്യൂമൻ ബീങ്സ്, ചില ആൾക്കാർ, ചില എനർജീസ്, ചില സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം നമ്മുടെ ലൈഫിൽ നിന്നും ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കിയാൽ മാത്രമേ രണ്ട് പേർക്കും റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ രണ്ട് പേർക്കും കരിയറിലും രണ്ട് പേർക്കും എല്ലാ രീതിയിലും ബിസിനസ്സിനും കാര്യങ്ങൾക്കൊക്കെ സക്സസ് ഉണ്ടാകത്തുള്ളൂ. ഹ്യൂമൻ ബോഡി എന്ന് ഉള്ള നിലയ്ക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുള്ള നിലയ്ക്കും രണ്ടുപേർക്കും സക്സസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കരിയർ ശ്രദ്ധിച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങളെല്ലാം സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ജെന്യുവിനാണ്. റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻസും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് സെക്കൻഡ് പൈലിൽ റിലേഷൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലോ ഉണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്കത് എന്താ പറയുക, എനിക്ക് എൻ്റെ അതൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര സക്സസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സോൾമേറ്റ് കണക്ഷൻ, ഇൻഫ്ലെയിം ചെയ്യണേ, രണ്ടുപേരും ജെനുവിനാണ്. അങ്ങനെ ജെനുവിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരാളാണ് പെയിൻ അനുഭവിക്കുന്നത്, മറ്റേ ആളെ സംബന്ധിച്ച് ആൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് സ്പിരിച്വൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരണം. ഇറ്റ്സ് എ ഏഞ്ചൽ ഗാർഡിയൻ. ഈ വ്യക്തി നിങ്ങൾക്കൊരു ഏഞ്ചൽ ഗാർഡിയനാണ്. നിങ്ങളെ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന പക്ഷം നിങ്ങൾ ഡൗൺ ആവേണ്ടി വരും. കുറച്ചധികം സിറ്റുവേഷനിൽ കടന്നു പോകുന്നത്. പിന്നെ മുന്നോട്ട് പോയിട്ട് ഞാനെല്ലാം പഠിച്ചു, എൻ്റെ അനുഭവത്തിൽ വന്ന സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്നറിയാമോ? ഇപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം തുറന്നു പറയുമ്പോഴത്തേക്കും, ഞാൻ അനുഭവിച്ച കണക്കൊന്നും ആരും അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കടന്ന സിറ്റുവേഷൻ എനിക്കിതൊക്കെ വെറും സില്ലിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ അനുഭവിച്ച അനുഭവം എന്ന് പറയുന്നത് വല്ലാത്ത അനുഭവമായിരിക്കും. ആ അനുഭവമൊക്കെ കടന്ന് വന്ന പോയിൻ്റ് ആ സമയത്ത് ആരും പറയത്തില്ല ഇത്രയും എന്തിനാണ് ദൈവം ഇങ്ങനെ അനുഭവിച്ചത്. പക്ഷേ ആ അനുഭവം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര പ്യുവറായിട്ടാണ് പറയുന്നത്. ആ സാധനത്തിന് അത്രയും അനുഭവങ്ങൾ കടന്ന് വന്നവനാണ് മക്കളെ, അല്ലെങ്കിൽ അത്രയും അനുഭവങ്ങൾ കടന്ന് വന്ന ആളാണ് ഞാൻ. അത് ഭയങ്കര എന്താണ്, ഭയങ്കര പെരുമയായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അനുഭവിച്ച സിറ്റുവേഷൻസിൽ നിന്ന് നമ്മളൊരിക്കലും ഇങ്ങനെ പറയത്തില്ല.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഇപ്പം ഇതും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം രണ്ടുപേരും ഹോൾഡ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് രണ്ടുപേരും ഹോൾഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മെയ് മാസം നിങ്ങളെ സംബന്ധിച്ച് വരുന്നൊരു സിറ്റുവേഷൻ, മേജർ ആയിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹാപ്പി ഫാമിലിയാണ്, കളർഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരു മാരേജ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫാമിലി പരമായിട്ട് എന്തൊക്കെയോ ഒരു സക്സസ്, നിങ്ങളെ വെളിയിൽ പോയിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളൊരു ഒത്തുകൂടൽ, ഒരു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം റിസൾട്ട് ഉണ്ടല്ലേ, യെസ്, എക്സാം പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, പഠന കാര്യങ്ങളിലൊക്കെ ഈ ഒരു മാസം എന്ന് പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെലുത്തുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കര എൻജോയ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ലൈഫിൽ. കാരണം ഹാപ്പി ഫാമിലിയാണ് കാണിക്കുന്നത്. ഹാപ്പി ഫാമിലി കാർഡ് കാണിക്കുന്നുണ്ടെങ്കിൽ സക്സസ്, കളർഫുള്ള്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, ലൈഫ് എക്സ്പീരിയൻസ്, കറങ്ങാൻ പോയൊരു ട്രാവലിങ്, അങ്ങനത്തുള്ള കുറേയധികം കാര്യങ്ങളാണ് ഹാപ്പി ഫാമിലി കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതുണ്ട്, മഴവില്ലുണ്ട്, 7 വർണ്ണങ്ങളുണ്ട്. അപ്പം എല്ലാ രീതിക്കുള്ള എക്സ്പീരിയൻസും എല്ലാ രീതിയിലുള്ള ഒരു ഹ്യൂമൻ ബീങ് കടന്നു പോകാനുള്ള സിറ്റുവേഷൻസിനും ഈ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ കാണിക്കുന്ന മെയിൻലി അപ്പം അങ്ങനെയുള്ള എല്ലാ ഒരു സിറ്റുവേഷനിലും പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ആയിരിക്കും. ഫിനാൻഷ്യലി ആയാലും അതുപോലെ തന്നെ കരിയർ ബേസിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഹെൽത്ത് ബേസായാലും നിങ്ങളുടെ ചിന്തകൾ കൊണ്ടായാലും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻ കൊണ്ടായാലും ഒരു ലൂപ്പായാലും എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ബാലൻസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വലിയ രീതിക്കുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് പൈലാർക്ക് വരാനുള്ള ചാൻസ് ഇല്ല. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കുറച്ചധികം സംഭവങ്ങൾ വരും. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനാണ്. വലിയ കുഴപ്പമില്ലാണ്ട് നിങ്ങൾ പോകും എന്നുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചുണ്ടാകത്തില്ല. അത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് കൂടുതലായി ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ ആ ധൈര്യവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാനും ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. ഒരു ന്യൂ ജേണി, ഒരു ന്യൂ സ്റ്റാർട്ട്, പുതിയൊരു തുടക്കം, അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ, എത്തിപ്പെടാൻ ആഗ്രഹിച്ച സിറ്റുവേഷൻസ്, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ റിവീൽ ആവുന്നൊരു ടൈമായിട്ട് കാണാൻ പറ്റുന്നത്. എക്സ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ മേ ബി റീഡിങ് പഠിക്കാനുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ടാറോ കാർഡ് റീഡിങ്, ഹീലിംഗ്, അതുപോലെ തന്നെ സ്പിരിച്വൽ ജേണിയിലൊക്കെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വേറൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സാധിക്കാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ ട്രിക്കുള്ളൊരു സമയമായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ജേണി കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്, ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പഴയ കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ കയ്യിൽ വരിക, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുക, സ്വപ്നങ്ങൾ കാണുക, ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ ഒരു എനർജി ഉണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ ഭയങ്കരമായിട്ടും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തൊക്കെയോ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ ആരൊക്കെയോ മേ ബി നിങ്ങൾ ആരൊക്കെ പിന്നീന്ന് കുത്തുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീന്ന് കുത്തുന്ന നടക്കത്തെ അത് ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. അത് മന്ത്ലി റീഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പം ഡെവിളിഷ് ആയിട്ടുള്ള ആൾക്കാർ, ഡെവിളിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഡെവിളിഷ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങളെ മുൻനിർത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് കാണിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ മാറിയതിന് ശേഷം പുതിയ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കണ്ണേറ് കമ്പയർ, യെസ്, ഞാനത് ഇവിടെ ജസ്റ്റ് ഈ ഒരു കാർഡ് കണ്ട സമയത്ത് എൻ്റെ മൈൻഡിൽ ഓടി മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ, ഒരു ഗിഫ്റ്റഡ് ആയിട്ടൊരു ഇൻറ്റ്യൂഷൻ കിട്ടി എനിക്ക്. കണ്ണേർ കമ്പയർ നിങ്ങൾ നല്ലതായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര ലുക്കാണെങ്കിലും നിങ്ങൾ കരിയറിലാണെങ്കിലും നിങ്ങൾ എന്ത് സിറ്റുവേഷനാണ് നിൽക്കുന്നത് നിങ്ങൾക്കത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹ്യൂമൻ ബോഡി നിങ്ങൾ കൊണ്ട് നടക്കും പോലെ തന്നെ നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള കണ്ണേർ കമ്പയർ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, പുറത്ത് നിൽക്കുന്ന ആരൊക്കെ ഡയറക്റ്റ് ആയിരിക്കാം, ഇൻഡയറക്റ്റ് ആയി അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം.
ശ്രമിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തുള്ള ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നിങ്ങൾ കൂടുതലും ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നിങ്ങളാരാണ്, നിങ്ങളുടെ സോൾ എന്താണ്, നിങ്ങളുടെ സോളിന് എത്ര ഏജ് ഉണ്ട്, നിങ്ങളെപ്പറ്റി ഫുൾ റിവീലാവും ഈ സമയങ്ങളിൽ. മെയ് മാസം എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണും, ഇൻറ്റ്യൂഷൻസ്, പല ആൾക്കാർ, സോൾമേറ്റ് കണക്ഷൻസ്, ടിൻ ഫ്ലെയിം ജേണി, അതുപോലെ തന്നെ എന്താ പറയുക, ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നത്, നിങ്ങൾക്ക് വേണ്ടി വരാനുള്ള ആൾക്കാർ, നിങ്ങളുടെ ലൈഫിൽ വേണ്ടി എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, നിങ്ങൾ പോകേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലി, നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ, അനുഭവങ്ങൾ, ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾ കൊണ്ടെത്തിക്കും എന്നാണ് പറഞ്ഞത്. ഒരു പുതിയൊരു ന്യൂ ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിൽ തുറക്കും. അതായത് നിങ്ങളുടെ മിറർ കണക്ക് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വേവ് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. മെയ് മന്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ, ഇപ്പം ഈ പറയുന്ന എല്ലാവർക്കും ഓരോ ഇത് കാണുമല്ലോ, കുലദൈവം, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ്. അപ്പം ആ ഒരു ദൈവത്തിനെയൊക്കെ ഈ സമയത്ത് നിങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ദൈവത്തിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് എന്തോ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഗിഫ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത കർമ്മ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മന്ത് നിങ്ങളെ സംബന്ധിച്ച് നല്ല രീതിക്കുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളെ അക്കൗണ്ടിൽ വരും. അതായത് നിങ്ങളുടെ മൈൻഡ് അക്കൗണ്ടിൽ വരും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു തീയാണ്, അതുപോലെ തന്നെ ഒരു വാട്ടർ സൈനുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു മെജീഷ്യൻ കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മെജീഷ്യൻ മിറർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മെജീഷ്യൻ മിറർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളുടെ സോള്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഡിവൈനായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരാം എന്നാണ് പറയുന്നത്. ഈ ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് സ്പിരിച്വൽ ലൈഫായിരിക്കും, സ്പിരിച്വൽ മെറ്റീരിയൽ ലൈഫായിരിക്കും. ഈ സ്പിരിച്വൽ മെറ്റീരിയൽ നിങ്ങളെ സംബന്ധിച്ച് അത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലി നോക്കാം. നിങ്ങളുടെ ലൈഫ് പരമായിട്ടുള്ള എന്തെങ്കിലും മെച്ചപ്പെടുത്താനുള്ള ഇൻറ്റ്യൂഷൻസ്, ആഗ്രഹങ്ങൾ, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ഇൻഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. കുറേ അധികം ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച, എത്തിപ്പെടാൻ ആഗ്രഹിച്ച, എനിക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്ന, ഭയങ്കര പവർഫുള്ളായിട്ട് ആഗ്രഹിക്കുന്ന നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങൾ എത്തി നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അതിലോട്ട് എത്തിപ്പെടാനുള്ള ഇൻഫർമേഷൻസ്, അതിലോട്ട് പോകാനുള്ളൊരു വഴിത്തിരിവാകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, പുതിയ ഡോറ് തുറന്നു തരും നിങ്ങൾക്ക് അടുത്ത ജേണിയിലോട്ട്. ഇപ്പം എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞോട്ട് അത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആ ഒരു ഡോർ ഓപ്പണായി തന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്ത് അതിലോട്ട് തന്നെ പോകാൻ പറ്റും. ഇത് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആ ഒരു ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ബ്ലെസ്സിങ്സും കാര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം വരുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഇതിന് പുറമേ പറയാനുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്, റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്. കുറേ അധികം എനർജീസ്, കുറേ അധികം ഒരു ഫാൻറ്റസി വേൾഡിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പോൾ കുറേ അധികം അനുഗ്രഹങ്ങളും ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു മാസമായിട്ടാണ് കാണാൻ പറ്റുന്നത് മെയ് മന്ത്. അപ്പം ഇതൊക്കെയാണുള്ളത്. ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി താമസിച്ചതല്ല, ഇൻറ്റൻഷനലി താമസിച്ചതല്ല. നമുക്ക് അതിനുള്ളൊരു എനർജി കിട്ടണം. ആ എനർജി കിട്ടിയാൽ മാത്രമേ ഇതേ കണക്ക് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വന്നിരുന്ന് സംസാരിച്ചിട്ട് പോകുന്നതാണ് കയ്പും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റീഡിങ് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാരി വലിച്ച് റീഡിങ് ഇടാതെ ടൈം അനുസരിച്ച് മാത്രം, ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം വെറുതെ വന്നിരുന്നുള്ള റീഡിങ് ആയിപ്പോവും. ഞാനായിട്ട് വന്നിരുന്ന റീഡിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം കാണത്തില്ല. ആ ഒരു എനർജി വന്ന് റീഡിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ, ആ എനർജി എൻ്റെ ശരീരത്തിൽ കയറി റീഡിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് നിങ്ങൾക്ക് കളർഫുൾ ആവത്തുള്ളൂ, നിങ്ങൾക്ക് പവർഫുൾ ആവും, നിങ്ങൾക്ക് റീസണേറ്റ് ആവത്തുള്ളൂ, നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കേട്ടിരിക്കാനൊക്കെ ചാൻസ് കുറവാണ്. ഓക്കെ.
അപ്പം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിന് പുറമെ ആണെങ്കിൽ പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, സി യു.